ബബ്ബബ്ബ എല്ലാവർക്കും അറിയാം എന്താ ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഒരുപാട് തള്ളിമറിച്ചിലുകൾക്ക് ശേഷം അവസാനം ആ ചീട്ടുകൊട്ടാരം തകർന്ന് തരിപ്പണായ അവസ്ഥയാണ് ഇപ്പോൾ. എല്ലാ അധികം ലാലേട്ടൻ അഭിനയിച്ച പടങ്ങൾക്കൊക്കെ മെയിൻ ഉണ്ടാകുന്നൊരു പരാജയം എന്ന് പറഞ്ഞാൽ റിലീസാകുന്നതിന് മുമ്പ് തള്ളി 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 കയറ്റിയിട്ട് അങ്ങോട്ട് കൊടുമുടി കയറ്റും. റിലീസ് ആയാൽ പിന്നെ ഇതാ കെടുക്കണ ഒക്കെ പാടെ താഴോട്ട്. അതേ അവസ്ഥയാണ് സംഭവം. ദിലീപേട്ടൻ്റെ മൂവി ആണെങ്കിൽ കൂടി ഇതിലൊരു മോഹൻലാലിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ദ റിയൽ ഒ ജി മോഹൻലാൽ എന്നൊരു സംഭവം കൂടി അതിൽ കൊടുത്തിട്ട് പ്രൊമോഷൻ ചെയ്തിരിക്കുക. അപ്പോൾ എന്താ ലാലേട്ടൻ ഫാൻസ് കൂടി പടത്തിൽ പോയി കാണും എന്നുള്ള ഇതിൽ ഞാൻ അവിടേക്ക് വരാം. ഒന്ന് വേറെ കാര്യം കൂടി പറയട്ടെ. നമ്മുടെ കളങ്കാവൽ സിനിമ ഒട്ടും ഹൈപ്പില്ലാതെ ഒരുപാട് എന്താ പറയുക നിരാശരായ പ്രേക്ഷകരുണ്ടായിരുന്നു. കാരണം ഈ സിനിമ ഒട്ടും പ്രൊമോഷനില്ല. അതായത് ഇതിൻ്റെ തുടക്കത്തിൽ ഒരു പോസ്റ്റർ തന്നിട്ട് ഇതിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അത് സാവകാശം കുറഞ്ഞ് പോയി. പിന്നെ മമ്മൂക്കക്ക് ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇല്ലാതെ ഇരുന്ന് അവസാനം അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറിയതിനു ശേഷം അപ്ഡേഷൻ വന്നു. പക്ഷേ എന്നാലും അപ്ഡേഷൻ്റെ ഒരുപാട് കുറവുകളും കാരണം ഫാൻസിൻ്റെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആ റിലീസിൻ്റെ 1-2 ദിവസം മുമ്പ് 2 ചെറിയ ഇൻ്റർവ്യൂ എടുത്തു. ചെറിയൊരു പ്രീ റിലീസ് ഇവൻറ്റും വെച്ചപ്പോൾ പടത്തിൻ്റെ ഹൈപ്പാണ് കയറി. അതിൻ്റെ എന്താ പറയുക ബുക്കിങ്ങൊക്കെ അടിപൊളിയായി. പിന്നെ പടം കണ്ടിട്ട് ഒരു കുട്ടി പോലും നെഗറ്റീവ് പറയാതെ, അതായത് സാധാരണ മമ്മൂക്ക പടങ്ങൾക്ക് എതിരെ ഒരു കോക്കസ് പ്രവർത്തിക്കുക. അതായത് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഇറങ്ങുമ്പോൾ എത്ര നല്ല പടമാണെങ്കിലും അതിനെ തകർക്കാനുള്ള കുറച്ച് ടീംസ് ഉണ്ട്. അവരെന്നും എത്ര നല്ല പടമാണെങ്കിലും അതിനെ തകർക്കാൻ തിയേറ്ററിൽ നടക്കുന്നുണ്ട്. അതായത് ഇതിന് തിയേറ്ററുകാരനെ എതിർക്കുന്ന ഒരു സംഭവം മമ്മൂക്ക ചിത്രങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനെല്ലാം മറികടന്ന് 200 തിയേറ്റർ റിലീസായ കളങ്കാവൽ എന്ന മൂവി ആ ചിത്രത്തിൻ്റെ പ്രേക്ഷക പ്രതികരണം മൂലം, അതായത് നല്ല പടം, മമ്മൂക്കയുടെ അഭിനയം മികച്ചു നിന്നു എന്ന ഒറ്റ കാരണത്താൽ അടുത്ത ദിവസം 300-ന് മുകളിൽ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് യഥാർത്ഥ മാസ്. അതായത് ആദ്യം 400 തിയേറ്റർ റിലീസായിട്ട് 2-ാം ദിവസം 300 തിയേറ്ററിൽ ചുരുങ്ങുന്നതല്ല മാസ്. 200 തിയേറ്റർ റിലീസായിട്ട് 300 തിയേറ്ററുകൾക്ക് വ്യാപിക്കുമ്പോഴാണ് ആ പടത്തിൻ്റെ ഒരു റേഞ്ച് മാറുക. അതായത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ചിത്രം എല്ലാവർക്കും ഒരു സ്വീകാര്യത ഉണ്ടാവുക. അതാണ് കളങ്കാവലിന് സംഭവിച്ചത്. പ്രത്യേകിച്ച് അതിൽ ആ സോങ് നിലാക്കായുന്ന ആ സോങ് ഇന്ന് എവിടെ നോക്കിയാലും യൂട്യൂബായാലും ഇൻസ്റ്റഗ്രാമായാലും ടിക്ടോക്കായാലും എന്തൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടോ അതിലെല്ലാം ട്രെൻഡിങ്. അതും സാധാരണ ഒരു സിനിമ കാണാത്ത പ്രേക്ഷകൻ വരെ ഈ ഒരു സോങ് ഇട്ട് റീൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇതുവരെ സിനിമയ്ക്ക് പോവാത്ത ഫാമിലീസ് അടക്കം ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇതൊക്കെ മമ്മൂക്ക മാസമായിട്ടോ അല്ലെങ്കിൽ കോമഡി ആയിട്ടോ ഒന്നും വരുന്നൊരു പടമല്ലത്. വെറും അദ്ദേഹത്തിൻ്റെ വില്ലനിസ്, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിലോട്ട് അടിച്ച് കയറി വരുന്ന ആളുകളാണ്. അവിടെയാണ് ആ ചിത്രം അധികം വൈകാതെ 100 കോടിയിലോട്ട് അടുക്കുകയാണ്. ഏകദേശം 92 കോടി കഴിഞ്ഞു പടത്തിൻ്റെ കളക്ഷൻ. അതായത് ചെറിയ ബഡ്ജറ്റിൽ ചെറിയ താരങ്ങളെ വെച്ച് മമ്മൂക്കയും വിനായകനും മാത്രം ഒരു നല്ലൊരു കേന്ദ്ര കഥാപാത്രമായി, ബാക്കിയൊക്കെ പുതുമുഖങ്ങളാണ്. അധികം എന്താ പറയുക മെയിൻ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. എന്നിട്ടും ആ പടം വമ്പൻ രീതിയിൽ കളക്ഷനിൽ മുന്നോട്ട് നിൽക്കുകയാണ്. ആ സ്ഥാനത്താണ് ബബ്ബബ്ബ എന്ന ഒരു മൂവി, ദിലീപേട്ടൻ്റെ കംബാക്ക് പറഞ്ഞിട്ട് ഒരു മൂവി കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് അപരാധം ചെയ്തു വെച്ചിരിക്കുന്നു. അവരാദ്യം തന്നെ ഒരു ബുദ്ധി ചെയ്തെന്താ വെച്ചാൽ നോ ലോജിക് ഓൺലി മാഡ്നെസ്. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് സംഭവം ഈ പടം ഒരിക്കലും ഒരു പ്രേക്ഷകൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് 100% അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഈ സംഭവത്തിൽ ആ ഒരു ടാഗ് ലൈൻ വെച്ചത് നോ ലോജിക് ഓൺലി മാഡ്നെസ്. അതായത് ഈ ലോജിക്ക് അന്വേഷിച്ച് നിങ്ങൾ വരണ്ട, ലോജിക്ക് ഉണ്ടാവില്ല, ഓൺലി മാഡ്നെസ്. ഇതൊരു എന്താ പറയുക ഭ്രാന്തന്മാരൊരു സംഭവമാണ്. ഇത് അവരാണോ ഇത് തിരക്കഥ എഴുതിയ ആളുകളും ഭ്രാന്തന്മാരാണ് തോന്നുന്നത്. ഇത് കാണാൻ പോയ നമ്മളും ഭ്രാന്തന്മാരാക്കുന്ന അവസ്ഥയിലാണ് ഇതുണ്ടായത്.
നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ട് പോയിട്ടാണ് ഈ വക കാട്ടിക്കൂട്ടിലെ കാട്ടുന്നത്. അതും വെറും പൊട്ടന്മാർ കാട്ടുന്നത്. അത് സംഭവം അതിൽ മാഡ്നസ് ആണെങ്കിൽ കൂടി എന്തൊക്കെയേ കാട്ടിക്കൂടുന്നു. അതൊക്കെ പോട്ടെ, ഒരു ഭ്രാന്തനാണ് എന്ന രീതിയിൽ നമുക്കൊരു കണക്കാക്കാം. എന്തിനാ അതിൽ ലാലേട്ടനെ വെറുതെ ആവശ്യമില്ലാതെ കൊടുക്കുന്നത്? അദ്ദേഹത്തെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് പൊക്കി അടിച്ചിട്ട് ലാലേട്ടൻ്റെ ഫാൻസിൻ്റെ സപ്പോർട്ടും കൂടിയും കിട്ടിയിട്ട് ഈ ഒരു ചിത്രത്തെ ഹിറ്റാക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായി എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. കാരണം ദിലീപിൻ്റെ മൂവി എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഈ ചിത്രത്തെ എന്തായാലും ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തുമ്പോൾ ലാലേട്ടൻ കൂടി ഇതിൽ വരുന്നു എന്ന പേരിൽ ഒരുപാട് ലാലേട്ടൻ്റെ ആരാധകർ ഈ പടത്തിന് കയറും, ബുക്ക് ചെയ്യും, ഇഷ്ടപ്പെടും എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു തട്ടിക്കൂട്ട് സിനിമ ഉണ്ടായിട്ടുള്ളതിൽ നിന്ന് ഒരു സംശയം വേണ്ട. മാത്രമല്ല ഗോപാലൻ നിർമ്മിക്കുന്ന അദ്ദേഹത്തിനൊരു ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് അദ്ദേഹം നിർമ്മിക്കുന്ന എല്ലാ മൂവീസിലും ലാലേട്ടന് കഴിയുന്ന റോൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ഇപ്പോൾ ഈ ബബ്ബയിലാണ്, അതിനുശേഷം ഒറ്റക്കൊമ്പന് വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ, അതിനുശേഷം ഉണ്ടായതാണ് കത്തനാർ. പക്ഷേ അത് അദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് ആ ക്യാരക്ടർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് കാരണം അത് ഒഴിവാക്കിയെന്ന് കിട്ടും. ഇതിലൊന്ന് ചിന്തിച്ചാൽ മതി, ഇതിലെ സോങ്, ഇതിലെ ഓരോ പറയുമ്പോൾ ഇതിലെന്താണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. രണ്ട് കാര്യത്തിൽ പോസിറ്റീവ് ഉണ്ട്, അത് എന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഒരു പോസിറ്റീവ് പറയുമ്പോൾ ഈ സിനിമയുടെ ക്യാമറ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. ക്യാമറ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഇതിലെ നമ്മുടെ ലാലേട്ടൻ ദിലീപേട്ടനും ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സംഭവമുണ്ട്, അതും അടിപൊളിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡാൻസ് നമുക്കറിയാം, ലാലേട്ടൻ ഡാൻസ് കളിക്കും, ഫൈറ്റ് ചെയ്യും ഒക്കെ അറിയാം. അത് അടിപൊളിയായിട്ട് അവർ കൊറിയോഗ്രാഫി ചെയ്തു. പക്ഷേ അതിൽ ഉപയോഗിച്ച പാട്ടോ നമ്മുടെ തമിഴ് പടം തെലുങ്ക് പടമൊക്കെ കൈരളിയിലും മറ്റുള്ള ചാനലൊക്കെ മലയാളത്തേക്ക് റീമേക്ക് മൊഴി മാറ്റി വരുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ കുത്തിക്കയറ്റി വെറും ലാലേട്ടനെ പൊക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സിനിമയെ വേറെന്തോ തരത്തിലാക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ ഒരു പാട്ട്. പിന്നെ പറയാനുള്ള ഷാൻ റഹ്മാനായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ BGM. അത് അദ്ദേഹത്തിൻ്റെ ആ BGM പറ്റാത്തത് കാരണം ഗോപി സുന്ദറിലേക്ക് അവസാനം വന്നു. നമുക്കറിയാം ലാസ്റ്റ് ടൈമിലാണ് ഗോപി സുന്ദർ ഇതിൽ ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടൈമും കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത് 100% നമുക്കറിയാം. അവർ റിലീസിറക്കാൻ മാറ്റാൻ വിചാരിച്ചു. പക്ഷേ അവർ പെട്ടെന്ന് 18 ഉറപ്പിച്ചു കൊടുത്ത് തന്നെ അവർക്ക് റിലീസ് ചെയ്യണം എന്നുള്ളതിൽ അവർ റിലീസ് ചെയ്തു. പക്ഷേ ഇതിൽ അതിൻ്റെ ആ BGM പക്കാ ബോറായിട്ട് ഇതിലുണ്ട്. ഈ BGM ഒക്കെ കണ്ടാൽ എന്താണിത് എന്നുള്ളത് നമുക്ക് ഇമോഷൻ വരുന്നോടത്തൊക്കെ നമുക്ക് ചെറിയ വരുന്ന രീതിയിൽ, കോമഡി വരുന്നോടത്ത് നമുക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ട്. എന്തൊക്കെ കാട്ടിക്കൂട്ടി ഒരു സ്ഥലത്ത് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാത്തില്ല. അതിൽ അതുപോലെ ഫസ്റ്റ് ഫൈറ്റ് ഉണ്ട്. ഈ ഫസ്റ്റൊക്കെ തുടങ്ങുമ്പോൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഫൈറ്റ് തുടങ്ങിയിട്ട് പിന്നീട് ഗ്രാഫിക്സും VFX ഒക്കെ കുത്തിക്കയറ്റി എന്തൊക്കെ ഒരു മിന്നായം പോലെ ഫൈറ്റിൻ്റെ ഒരു വൃത്തിയാണ് കളഞ്ഞു പിടിച്ച്. നൈറ്റ് ഫൈറ്റിൽ ലാസ്റ്റ് ഒരു ഫോറസ്റ്റ് ഫൈറ്റുണ്ട്. അതിലൊക്കെ എന്തൊക്കെയെ കാട്ടിക്കൊണ്ട് വെറും ലാലേട്ടനെ പൊക്കാൻ വേണ്ടി മാത്രം എന്തൊക്കെയെ കാട്ടിക്കൊണ്ട് തുടരുമെന്നൊരു വമ്പൻ ഹിറ്റിന് ശേഷം ലാലേട്ടൻ ഇതിങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതി. അതും മാത്രമല്ല ലാലേട്ടൻ തുമ്മുമ്പോൾ പൊടി ലാലേട്ടനെ ഉയരത്തിൽ പൊങ്ങുന്നത് എന്തൊക്കെയാണ്. ഇത് തെലുങ്ക് പടത്തിന് അപ്പുറമുള്ളൊരു സംഭവം. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വയം ട്രോളാണ്. ഇദ്ദേഹം കേരളത്തിലെ ബാലേട്ടൻ, തെലുങ്കിലെ ബാലയ്യ, തമിഴ്നാട്ടിൽ ബാലണ്ണ. ഇതൊന്നും മനസ്സിലാക്കേണ്ട ലാലേട്ടൻ. കാരണം അദ്ദേഹത്തെ ഒരു വെറും കോമാളിയാക്കുക എന്നുള്ളത് ബോധം അദ്ദേഹത്തിന് ഉണ്ടാകണം. ഇതും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഫാൻസ് ഇങ്ങനെ കൂവി വിളിച്ചും കൈ വിളിച്ചും. നിങ്ങൾ തുടരും നല്ലൊരു മൂവിയാണ്. അതുപോലെ ദൃശ്യം നല്ലൊരു മൂവി. അതുപോലെയുള്ള ചിത്രങ്ങൾ നമുക്ക് വെയിറ്റിംഗ് ആണ്. അതിലും ഫൈറ്റും കാര്യവും ഇമോഷൻ എല്ലാം. പക്ഷേ ഇതുപോലുള്ള അപരാധ പടങ്ങൾ ചെയ്തിട്ട് ലാലേട്ടൻ്റെ ആ ഒരു ഒരു നടൻ എന്ന ഒരു സംഭവം അല്ലെങ്കിൽ സ്റ്റാർഡം എന്നുള്ള സംഭവം ഇല്ലാതാക്കരുത് എന്നൊരു അപേക്ഷ ഉണ്ട്. വെറുതെ എന്തിലേയും ചെന്ന് തല വെക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹം മാറ്റിയാൽ തന്നെ അദ്ദേഹത്തിന് നല്ല നല്ല ക്യാരക്ടർ ഇനിയും കിട്ടും. അത് നമ്മുടെ എമ്പുരാനെ പോലെ എന്തൊക്കെയാണ് കാട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ചെന്ന് തല വെച്ച് കൊടുത്താലും അദ്ദേഹത്തിനോട് ഇഷ്ടം കുറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്നൊരു സപ്പോർട്ട് ഇല്ലാതാവുന്ന രീതിയിലാവും. കാരണം ഇതിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ പഴയ പടങ്ങൾ തന്നെ അറിയാം, ഒരുപാട് വളിപ്പം കോമഡികൾ മാത്രം കുത്തിക്കയറ്റിയ പടങ്ങളായിരിക്കും. പക്ഷെ എന്നാലും പ്രേക്ഷകർ നല്ല നമ്മൾ 2 മണിക്കൂർ തിയേറ്ററിൽ പോകുമ്പോൾ നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പോകാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോയിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷം ഒരു 8 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും നമ്മൾ വലിയൊരു ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം ഞാൻ അതിലോട്ട് പോകുന്നില്ല.
പക്ഷെ അതിനുശേഷം വന്നാലും ആ ഒരു 8 വർഷം മുമ്പുള്ള രീതിയിലോട്ട് വന്നാൽ പ്രേക്ഷകൻ എന്തായാലും അതിനെ തിരസ്കരിക്കും എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. പിന്നെ അതിലൊരു വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, ഇതിൽ ഒരു ഡയലോഗുണ്ട്, ഇത് ന്യൂ ജനറേഷൻ കാലമാണ്. അപ്പോൾ തന്നെ ദിലീപേട്ടൻ പറഞ്ഞിട്ട് എന്താണ്, എത്ര ന്യൂ ജനറേഷൻ വന്നു പോയതാണ് സംഭവം. ഓക്കെ, ജനറേഷൻ ഒരുപാട് വന്നു പോയത്, അതൊക്കെ ഒരു നല്ല കാര്യം. പക്ഷെ ലാസ്റ്റും അത് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇത് ജനറേഷൻ ന്യൂ ജനറേഷൻ. അവിടെ തന്നെ എന്താണ് എത്ര ജനറേഷൻ വന്നു പോയതാണൊരു ഡയലോഗുണ്ട്. എത്ര ജനറേഷൻ വന്നു പോയാലും ഒന്ന് ചിന്തിച്ചാൽ മതി, ഇന്നത്തെ പുതിയ ജനറേഷന് പുതിയ പുതിയ തോട്ട്സും പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അതിനെ സ്വീകരിക്കുന്ന മമ്മൂക്കയെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പോലുള്ളവരൊക്കെ ഇന്നും സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നും ആ പഴയ 90-80 കാലഘട്ടത്തിലാണ് ചിന്തിക്കുന്നവരാണ് ഇങ്ങനെയുള്ള സിനിമകൾ എടുത്തിട്ട് വളരെ മോശം രീതിയിലാക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചിത്രം വളരെ 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 മോശം ചിത്രം, ഒരു സംശയമില്ല. കാരണം ഞാൻ കൊടുത്ത കാശിന് എനിക്ക് കിട്ടിയൊരു നല്ല ചിത്രം എന്ന് ഒരിക്കലും ഇതിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല. വളരെ മോശം ചിത്രം. കാരണം പിന്നെ മാത്രമല്ല ഒരുപാട് റെഫറൻസ് കളി, അതായത് നമുക്കറിയാം പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 2010 കാലഘട്ടത്തിലൊക്കെ, അല്ലെങ്കിൽ 2015 മാക്സിമം ആ കാലഘട്ടം വരെ ഒരുപാട് പഴയ സിനിമകൾ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമ, ലാലേട്ടൻ സിനിമ, അല്ലെങ്കിൽ മറ്റുള്ള സിനിമ ഒക്കെ അവരുടെ സിനിമ റെഫറൻസ് എടുത്ത് അതിൽ കയ്യടി വാങ്ങുന്ന ഒരു സംഭവമാണ്. അത് ഇപ്പോഴും അത് തന്നെ ആവർത്തിച്ചൊരു ആവർത്തന വിരസത ആക്കിയിട്ട് എന്തിനാ വെറുതെ CID മൂസയിലെ കാറ്, രാജമണിക്കത്തിലെ കാറ്, അല്ല പയ്യൽ, അങ്ങനെയുള്ള ഒരുപാട് എന്തൊക്കെ കാട്ടിക്കൂട്ടി ഒരുമാതിരി പാടാക്കിയിട്ട് ഒരുപാട് പ്രതീക്ഷ വെച്ചത് അവർ. ഓക്കെ, ഇതൊരു ലോജിക്കില്ലാത്ത, പക്ഷെ ലോജിക്കില്ല എന്ന് കരുതിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടലാണ്. അതാണ് ഒരു സിനിമ. അതല്ല, മാറ്റങ്ങൾ അനിവാര്യമാണ് കാലഘട്ടം മാറുമ്പോൾ. അതിനൊത്ത് നമ്മുടെ ദിലീപേട്ടനും ലാലേട്ടനും മാറി ചിന്തിച്ചാൽ അവർക്ക് ഇനിയും ഇൻഡസ്ട്രിയിൽ നല്ല നല്ല സിനിമകൾ ലഭിക്കും, അത് പ്രേക്ഷകനെ ആസ്വദിക്കാൻ കഴിയും. എന്തായാലും എനിക്ക് പേഴ്സണലി ആ സിനിമ ഒട്ടും വർക്കായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ ആ ടൈമിൽ കളങ്കാവൽ വമ്പൻ ഹിറ്റോട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തിയേറ്ററിലൊക്കെ കളങ്കാവൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സന്തോഷം.